ഒരു ട്രിബ്യൂട്ടാണ് വിജയ് സാർ. പടം കുഴപ്പമില്ല, പക്ഷേ നമുക്കിനി ഒരിക്കലും തിയേറ്ററിലേക്ക് വിജയുടെ പടം കാണാൻ വേണ്ടി വരാൻ പറ്റില്ല. പക്ഷെ എന്തായാലും എല്ലാം കൂടി ഒരു മിക്സ്ഡ് പടമാണ്. എന്തായാലും ഇതില്ല. അതെ, പക്ഷേ നമുക്ക് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും ഈ എന്താണ് കുറേ പടങ്ങളിൽ ചെയ്തു വെച്ച ഇത് തന്നെ റിപ്പീറ്റ് ആയിട്ട് കുറേ വരുന്നുണ്ട്. പിന്നെ ഡാൻസൊക്കെ ആണെങ്കിൽ ഈ 50-ാം വയസ്സിൽ ഇത്രയും നന്നായിട്ട് ഡാൻസ് കളിക്കുന്നൊരു നമുക്കിനി അതൊന്നും സ്ക്രീനിൽ കാണാൻ പറ്റില്ല. ആസ് എ വിജയ് ഫാൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക, പുള്ളിയുടെ ഒരുപാട് ഇത് മിസ് ചെയ്യും. ഇനിയിപ്പോൾ റീ റിലീസ് ആണെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഇപ്പോൾ നിലവിൽ ഈ പടം ഇപ്പോൾ റിലീസ് ചെയ്ത് നന്നായി. കാര്യം ഇപ്പം നിലവിൽ പുള്ളി തമിഴ്നാടിന് വേണ്ടി ചെയ്യുന്ന അതേ സംഭവം തന്നെ ഇതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഓവറോൾ വൺ ടൈം വാച്ചബിളാണ് മൂവീസ്. ഏകദേശം ആ ഒരു റിലേറ്റഡ് ആയൊരു സംഭവം. പടം കണ്ടാൽ നമ്മളെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല, പടം കണ്ടാലേ ഇത് മനസ്സിലായി. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ് തോന്നുന്നത് പറയാൻ പറ്റില്ല. നമുക്ക് ഓരോ സീൻസ് കാണുമ്പോൾ വേറെ പല സീൻസിൻ്റെ ഇത് വന്നു എന്നുള്ളൊരു നമുക്ക് ഇത് വരുന്നുണ്ട്. പക്ഷേ ഓവറോൾ കുഴപ്പമില്ല, വൺ ടൈം വാച്ചബിളാണ് മൂവി വരുന്നത്. പക്ക എൻ്റർടൈനർ ആയിരുന്നു, ആദ്യം മുതൽ അവസാനം വരെ അടിപൊളിയായിരുന്നു, സൂപ്പർ. ഉറപ്പായിട്ടും നമ്മൾ ഈ പടമൊക്കെ കാണുമ്പോൾ എന്തായാലും വിജയ് തിരിച്ചു വരണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഇമോഷണലിനെക്കാട്ടിലും ലൈക്ക് അതായത് പക്ക ഒരു പൊളിറ്റിക്കൽ, അതായത് ശരിക്കും പറഞ്ഞാൽ ഈ പടം ഇലക്ഷൻ്റെ സമയത്ത് തന്നെ ഇറങ്ങണമായിരുന്നു. അപ്പോൾ ഭയങ്കര ഒരു ഇമേജ് മാറിയേനെ. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരു ബാൻ വന്നതും ഇത് പോസ്റ്റ്പോണ്ട് ആയതും. അല്ലായിരുന്നെങ്കിൽ ഭയങ്കര ഇമ്പാക്റ്റ്. എനിക്ക് തോന്നുന്നു വിജയ്ക്കിട്ട് എനിക്കൊന്ന് 100 സംതിങ് അല്ലായിരുന്നു. വേണമെങ്കിൽ അതിലും കൂടുതൽ സീറ്റ് ആയേനെ. ഒരു വെച്ചാൽ ലൈക്ക് ഇത് തമിഴ്നാടിൻ്റെ കാര്യം മാത്രമല്ല, കേരളത്തിൽ ഒരു തരംഗം. താങ്ക് യു. சூப்பர் படம், பிளாக் பஸ்டர். தளபதி பக்கா பொலிட்டிக்கல் படம். பக்கா பொலிட்டிக்கல் சூப்பர் படம். டிவிக்கேல பக்கா பொலிட்டிக்கல் படம். தளபதியான மாஸ் സിഎമ്മിൻ്റെ ലാസ്റ്റ് ഇല്ല, തിരിച്ച് വരണമെന്നില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് തളപതി സിഎം ആയല്ലോ, ഇനി തിരിച്ച് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ലാസ്റ്റ് പടം നല്ല സൂപ്പറായിട്ട് തന്നു, അത് സമാധാനം, ഞങ്ങൾക്ക് ഒരു തൃപ്തിയായി. ഇനി അഭിനയിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഇനി മതി, ഇത്രയും മതി. ഇതിൻ്റെ ഒരു ഇന്ന് ആട്ടം പോകും. $100 കോടി 200 കോടി എന്ന ഒരു ദിവസം കൊണ്ട് 100 കോടി എന്ന ഒരു ആക്ടർ ഇനി നമ്മുടെ ലൈഫിൽ വരുമോ? ഇല്ല. തുള്ളാതമാനവും അങ്ങനത്തെ ഒരു പടവും ഇനി നമുക്ക് ആഘോഷിച്ച് കാണാം. എത്ര ഒരു സ്ക്രിപ്റ്റ് ഇല്ലാത്ത പടം പോലും ആഘോഷിച്ച് കാണാൻ പറ്റുന്ന ഒരു സാധനം ഇനിയൊരു ഇല്ല, എൻഡാണ്. ആ സിനിമയിലെ ലാസ്റ്റ് എഴുതി കാണിച്ചുള്ളത് എൻഡാണ്, ബിഗിനിങ് ആണ്. ഒരു പൊളിറ്റിക്സ് ജനങ്ങൾക്ക് വേണ്ടി നോക്കുമ്പോൾ ബിഗിനിങ് ആണ്. പക്ഷെ സിനിമയിലും ഒരു ബോക്സ് ഓഫീസിൽ നോക്കുമ്പോൾ വലിയൊരു എൻഡാണ്. ഒരു എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ വലിയൊരു எண்டாണ്. சிஎம் விஜய் படம் ரொம்ப நல்லா இருக்கு. எல்லாருமே தியேட்டர்ல போய் பாருங்க, தியேட்டர்ல போய் சப்போர்ட் பண்ணுங்க. கடைசி படம் அழுக வச்சிட்டாங்க எங்களை, ரொம்ப சங்கடமா இருக்கு. ரிலீஸு 2 வருஷம் லேட்டானாலும் இப்போ தமிழ்நாடு முதலமைச்சர் முக்கியமந்திரி விஜய் படம் இது லாஸ்ட் படம் கிராண்ட். ஓகே, சூப்பர்.